വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ സക്കറിയ ജോർജ്. കേരളത്തെ പിടിച്ചു കുലുക്കിയതാണ് വാളയാറിലെ 2 പിഞ്ചു കുട്ടികളുടെ മരണം. അതിൽ ഇപ്പോൾ അമ്മയ്ക്കും അച്ഛനും അറിയാമായിരുന്നു സംഭവങ്ങൾ. അതിനുശേഷവും അവർ അതിനൊത്താശ ചെയ്തു കൊടുത്തു എന്നാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. പോക്സോ നിയമപ്രകാരം അങ്ങനെ ഒരു കുറ്റകൃത്യം അറിഞ്ഞിട്ട് അത് പരാതിപ്പെടാതിരുന്നാൽ അതും കുറ്റകരമാണ്. മാത്രവുമല്ല, ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് അമ്മയെ 2ഉം അച്ഛനെ 3ഉം പ്രതിയാക്കി കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. താങ്കളുടെ സർവീസിൽ കാലത്തിൽ ഇങ്ങനെ ഒരു അനുഭവം, ഇങ്ങനെ ഒരു കേസ് താങ്കൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് വാളയാർ കേസിനെ നോക്കിക്കാണുന്നത്? ഇതൊക്കെ അവിടെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർക്കെല്ലാം അറിയാമായിരുന്നു, പോലീസ് അന്വേഷണത്തിലും വ്യക്തമായിരുന്നു. പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ മൂലം അങ്ങനെ അല്ലാത്തൊരു റിപ്പോർട്ട് നൽകേണ്ടി വന്നു പോലീസിന് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു കേസിനകത്തും അതിനകത്ത് കാര്യമായി പഠിക്കാതെ, അതായത് അതിൻ്റെ കണക്റ്റഡ് റെക്കോർഡ് കിട്ടാതെ നമുക്കൊരു വ്യക്തമായ അഭിപ്രായം പറയാൻ പറ്റില്ലെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിയുമ്പം മിക്കവാറും ആ ലൊക്കാലിറ്റിയിൽ ആൾക്കാരൊക്കെ പക്ഷം പിടിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അലിഗേഷൻസ് ഉണ്ടാകും, ക്രോസ് അക്യൂസേഷൻസ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്വാഭാവികമായി മൊഴിയൊക്കെ എടുത്ത് വരുമ്പോൾ മൊഴിയെടുക്കുന്ന ലോക്കൽ പോലീസിലെ ഉദ്യോഗസ്ഥൻ്റെ ഇൻ്റലിജൻസ്, അയാളുടെ കോമൺ സെൻസ്, ഇതെല്ലാം ആദ്യം മുതലേ കേസിനകത്ത് അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനാണ്. ഡേ 1 കളക്ട് ചെയ്യേണ്ട എവിഡൻസ് പ്രോപ്പറായിട്ട് കളക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എവിഡൻസ് ചില ബയോളജിക്കൽ എവിഡൻസ് അതൊക്കെ പെരിഷബിൾ ആണ്. വൺസ് ലോസ് ഇസ് ലോസ് ഫോർ എവർ ആണ്. അത് നമുക്ക് പിന്നെ റീകൺസ്ട്രക്ട് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം പെരിഷബിൾ എവിഡൻസ് പിന്നെ നമുക്ക് എങ്ങനെ കിട്ടാനാണ്? അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ആ ഭാഗത്ത് പോലീസ് വളരെ നല്ലൊരു രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങണം. എൻ്റെ കാരണം ഇപ്പം പോലീസിനകത്ത് SI-മാരായിട്ട് കയറുന്നവർക്ക് 14 തിയറി പേപ്പറും ഫോറൻസിക് സയൻസും ഫോറൻസിക് മെഡിസിനും ഉൾപ്പെടെ 14 തിയറി പേപ്പർ 5 പ്രാക്ടിക്കലുമുണ്ട്. പ്രാക്ടിക്കൽ കൂടുതലും ഫോറൻസിക് സയൻസുമായിട്ട് ചേർന്നിട്ടുള്ളതാണ്. പക്ഷേ പോലീസുകാർക്ക് ഇത് ട്രെയിനിങ് ഒന്നുമില്ല. അപ്പോൾ ഈ പോകുന്ന ഒരാളിൻ്റെ ഓഫീസറിൻ്റെ കേപ്പബിലിറ്റി ഡേ 1 ക്രൈം സീനിനെ അഫക്റ്റ് ചെയ്യും. ഈ ക്രൈം സീനിലുള്ള ഒരു പ്രശ്നം, ഒരു മരണക്കേസ് ആണെങ്കിൽ ദ ബോഡി ഓഫ് ദ വിക്ടിം ഈസ് ദ പ്രിൻസിപ്പൽ ക്രൈം സീനാണ്. ആ ബോഡി പരിശോധിക്കേണ്ടത് വളരെ വിവേകമുള്ള അറിവുള്ള ആളായിരിക്കണം സയൻസിനെ പറ്റിയിട്ട്. അങ്ങനെ അല്ലെങ്കിൽ പല എവിഡൻസും നഷ്ടപ്പെട്ടു പോകും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റാത്ത എവിഡൻസായി മാറും. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ലോക്കൽ പോലീസിന് പ്രശ്നം കഴിഞ്ഞിട്ട് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചപ്പം 2015 ഒരു ഗവൺമെൻറ് ഓർഡറുണ്ട്. ഗവൺമെൻറ് ഓർഡർ നളിനി മാഡം ഹോം സെക്രട്ടറി ആയപ്പോൾ ഇറങ്ങിയ ഓർഡറാണ്. അതിനകത്ത് പറയുന്നുണ്ട് CBI-യിലും ക്രൈംബ്രാഞ്ചിലും പിന്നെ അതുപോലെ തന്നെ വിജിലൻസിലും പിന്നെ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സും കേസുള്ളവരെ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. 2002 ഈ സോജൻ്റെ പേരിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഒരു കസ്റ്റോഡിയൽ ഡെത്തിലുള്ള പുള്ളി പ്രതിയാണ്. ആ കസ്റ്റോഡിയൽ ഡെത്തിലെ കേസിലെ പ്രതിയായ ആളെ ഇതുപോലൊരു വൈറ്റൽ ഇമ്പോർട്ടൻറ്റ് സമൂഹത്തെ പിന്നെ ഏത് രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്തൊരു കേസിനകത്ത് ആര് പോസ്റ്റ് ചെയ്തു? ആർക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും ഗവൺമെൻറ് ഓർഡറിനെ അഗൻസ്റ്റായിട്ട്? അപ്പോൾ ആ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെ ആൾക്കാരെ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ ഇവിടുത്തെ ഒരു കാര്യമാണ്. ഇപ്പം നമുക്കറിയാം മോൺസൺ കേസും അന്വേഷിച്ചത് പിന്നെ ഈ സോജനാണ്. അവിടെ ലോക്നാഥ് ബെഹ്റയും പിന്നെ അതുപോലെ തന്നെ മനോജ് എബ്രഹാം ഒക്കെ വാള് പിടിച്ച് നിൽക്കുന്നതുണ്ട്. ആ കേസിൻ്റെ പുറകിലായിട്ട് ഒരു ആഷ് ജാക്കറ്റും ഒരു റെഡ് ഡ്രസ്സ് വിട്ട ഒരാളുണ്ട്. അനിതാപുല്ലയിലാണ് എന്ന് നമുക്ക് തന്നെ ഊഹിച്ചെടുക്കാം. ആ ഫോട്ടോ നോക്കിയാൽ ഞാൻ വേണമെങ്കിൽ രേണയ്ക്ക് ഇട്ടുതരാം. കാര്യം അതിന് മുമ്പുള്ള വേറെ ഫോട്ടോസും ഉണ്ട്, അതുകൊണ്ട് കമ്പയർ ചെയ്ത് നോക്കാം. പക്ഷേ സോജൻ അന്വേഷിച്ച കേസിനകത്തൊന്നും വന്നിട്ടില്ല. അപ്പം
അനിത പുല്ലയിൽ പറഞ്ഞു ഞാൻ വിളിച്ചിട്ടാണ് അവിടെ ഇദ്ദേഹം വരുന്നതെന്ന് പറഞ്ഞു. ലോക്നാഥ് ബെഹ്റ തലേന്ന് മോൻസണും ട്രിവാൻഡ്രത്തും നിങ്ങണ്ട് വിളിച്ചു പറഞ്ഞു അടുത്ത ദിവസം ബെഹ്റ വരുന്നുണ്ടെന്ന്. അപ്പം ബെഹ്റ പറയുന്നു ഞാൻ ഇപ്പം തടിവെട്ട് കേസിലെ വിവാദ പുരുഷനായ മലപ്പുറം SP സുജിത് ദാസിന്റെ കല്യാണത്തിന് പോയിട്ട് അവിടെ വെച്ച് ആരോ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ ഒരു ഫിലാന്ത്രോപ്പിസ്റ്റാണ്, ഭയങ്കര മ്യൂസിയമാണ് എന്നൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് പോയതാണെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് പിന്നെ ഇൻഫോ പാർക്കിലെ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ആ സീനിൽ ഇത് ബെഹ്റ ഉദ്ഘാടനം ചെയ്യുന്ന തൊട്ടടുത്ത് മനോജ് എബ്രഹാം ADGP ഹെഡ്ക്വാർട്ടർ ഉണ്ട്. അത് കഴിഞ്ഞ് വിജയ് സാഖറെ ഉണ്ട്. അത് കഴിഞ്ഞ് വേണ്ടുന്ന താരങ്ങളെല്ലാം അവിടെ നിൽപ്പുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അവിടെ ഇട്ടിരുന്ന ആ ഡ്രസ്സാണ് ബെഹ്റ അന്ന് പോയി സിംഹാസനത്തിൽ ഇരിക്കുന്നുള്ള ഫോട്ടോ. എന്നിട്ട് ഇതിനകത്ത് ഇവരെല്ലാം കൂടെ അന്വേഷിച്ചിട്ട് സോജനം കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട് ഹൈക്കോടതിയിൽ അന്നത്തെ DGP പിന്നെ ഇദ്ദേഹം അനിൽകാന്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട് കൊടുത്തു. ആ സ്റ്റേറ്റ്മെന്റ് ആക്ട് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഞാൻ നോക്കി എല്ലാം ശരിയാണെന്ന്. അപ്പോൾ അവിടെ പഴയ ചീഫ് സെക്രട്ടറി ഇതേപോലുള്ള കസേരയിൽ, ഞാനതിപ്പോൾ ഇട്ട് തരാം, ടോം ജോസ് ആ കസേരയിൽ ഇരിപ്പുണ്ട്. ഈ ബെഹ്റ ഇരിക്കുന്നതിന് മുമ്പ് ആ കസേരയിൽ ഇരിപ്പുണ്ട്. ഇതൊന്നും പുറത്തു കൊണ്ടുവന്നില്ലല്ലോ, സോജൻ അന്വേഷിച്ച കേസാണ്. അപ്പോൾ സോജന്റെ ഇന്റഗ്രിറ്റിയെ പറ്റി ഒന്ന് ചിന്തിക്കുക. അപ്പം തീർച്ചയായിട്ടും ഇപ്പം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തെയൊക്കെ തെറ്റി കണ്ടുകൊണ്ട് ഇവർ കുറ്റവാളിയാണെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ CBI സോജന്റെ പേരിലും പൂങ്കുഴലി ഉണ്ടായിരുന്ന IPS അവരുടെ പേരിലും നടപടി എടുക്കണം. അതിനകത്തൊരു സ്പെഷ്യൽ റിപ്പോർട്ട് കൊടുക്കണം. കാര്യം എന്തിനാണ് ഇത് സപ്രസ് ചെയ്തതിന്? CBIയുടെ കണ്ടെത്തൽ ശരിയാണെങ്കിൽ അത് സപ്രസ് ചെയ്തതിനകത്ത് അവരുടെ പേരിൽ ആക്ഷൻ എടുക്കും. ഇനി CBIയെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. CBIയിലെ ഒരു SP-യെ വെസ്റ്റ് ബംഗാളിൽ നേരത്തെ കൽക്കട്ടയിൽ CBI അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ആൻഡമാൻസിൽ സുരേഷ് കുമാർ എന്ന് പറഞ്ഞ ഒരു കമാൻഡന്റിനെ, CSFലെ കമാൻഡിനെ കൊലക്കേസിൽ അവിടുത്തെ ഒരു പ്രോസിക്യൂട്ടർ മരിച്ചതിനകത്ത് കൊണ്ടുവന്നു. പക്ഷേ പിന്നെ അദ്ദേഹത്തെ കൊലക്കേസ് CBI അന്വേഷിച്ച് കൊടുത്തതിന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി വിട്ടു. പിന്നെ CBIയുടെ പിന്നെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഈയിടെ അവിടെ ചെല്ലുന്ന ഫയൽ CBI ഓർഡർ ഇടുന്നില്ല, അവർക്കൂടെ കൈക്കൂലി കിട്ടണമെന്ന്. അതായത് ഫീൽഡിലുള്ള ഉദ്യോഗസ്ഥന്മാർ വാങ്ങിക്കുന്ന വീതം അവർക്കൂടെ കൊടുക്കണം എന്നുള്ളത് കൊണ്ടായിരിക്കാം. എന്നിട്ട് CBI തന്നെ CBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പിന്നെ റെയ്ഡ് നടത്തുന്നു. ഇനി അടുത്തത് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ISRO ചാരക്കേസിനകത്ത് ഒരു പ്രധാനപ്പെട്ട വ്യക്തി നങ്കുനേരി എന്ന് പറയുന്നത് തിരുനെൽവേലിയിൽ 68 ഏക്കറോളം സ്ഥലമുണ്ടായിരുന്നു. അതിനകത്ത് DGP ആയിട്ട് റിട്ടയർ ചെയ്ത ഒരാളുടെ ഭാര്യയുടെ പേരിൽ, അഞ്ജലി ശ്രീവാസ്തവയുടെ പേരിൽ വസ്തുവുണ്ട്. പിന്നെ വേറെ പലരുടെയും അതിനകത്ത് ഒരു IG ഉണ്ട്, നാഗ്പൂർകാരൻ രാജേന്ദ്രനാഥ് കൗൾ. പിന്നെ CBIയുടെ എറണാകുളത്തെ DYSPയുടെ പേരിൽ, അവരുടെ പേരിലെല്ലാം പിന്നെ വസ്തു ഉള്ളതായിട്ടും ഇതിൻ്റെ ഡീഡ് നടത്തിയേക്കുന്നത് പിന്നെ ഡെറാഡൂണിലാണ്. ഇവിടെ ഈ ചാരക്കേസ് വിവാദമായപ്പോൾ ഇവിടുന്ന് സ്റ്റേറ്റ് വിട്ട് ആദ്യമേ നായനാർ സാർ കൊണ്ടുവന്ന് ഇയാളെ MD ആക്കി വെച്ചു കോട്ടയത്ത് അവശ്യ ക്രൈസ്തവ കോർപ്പറേഷൻ്റെ. അപ്പോൾ അവശ്യ ക്രൈസ്തവ കോർപ്പറേഷൻ്റെ MD ആയിട്ട് അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്യുമ്പോൾ അന്നത്തെ കളക്ടർ PS കുര്യൻ സാറാണ്, അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. കുര്യൻ സാറ് 86 ബാച്ചുകാർ, ഇദ്ദേഹം 73 ബാച്ച് IPS. അങ്ങനെ വളരെ ജൂനിയറായ ഒരു IAS-കാരൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് പുള്ളിയെ ഇരുത്തി പുള്ളിയിലെ ഡൽഹിയിലെ പിടിയൊക്കെ വെച്ചുകൊണ്ട് പുള്ളി ഇവിടുന്ന് പോയി ONGCയിലെ ചീഫ് വിജിലൻസ് ഓഫീസറായി. അവിടുത്തെ ബന്ധങ്ങൾ കൊണ്ടാണ് തമിഴ്നാട്ടിലെ പ്രോപ്പർട്ടി, ഈ പറയുന്ന പ്രോപ്പർട്ടി പിന്നെ ഡെറാഡൂണിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഇത് CBIയിലെ അന്വേഷണത്തിൻ്റെയൊക്കെ പ്രശ്നമായി. ഇപ്പം ഈ കേസിൽ അതിൽ പെട്ടു നിൽക്കുന്ന അന്വേഷിച്ച അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ ഈ വിവരങ്ങളെല്ലാം ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്, ഇത് അന്വേഷിക്കണമെന്ന്. പക്ഷേ CBI അതിനെപ്പറ്റി ഒന്നും തൊട്ടിട്ടില്ല. ഹൈക്കോടതിയും പൊതുവെ അനങ്ങിയിട്ടില്ലെന്നാണ്, 2 വർഷത്തോളം ആയെന്ന് തോന്നുന്നു. അതവിടെ ഫയൽ ചെയ്തിട്ട് ഒന്നും ആകുന്നില്ല. അപ്പം ജയചന്ദ്രൻ സാറിന്റെ കോടതിയിലാണ്, പെട്ടെന്ന് ചിലപ്പം വിധി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ CBIയിലെ അന്വേഷണക്കാരുടെ മികവ് മനസ്സിലായ അന്വേഷിച്ച ആ കേസ് അന്വേഷിച്ച ഇനിയും അകലെയാണോ എന്ന ഒരു ചോദ്യമാണ്. ഒരു മിനിറ്റ് പ്ലീസ്. രാജേന്ദ്രനാഥ് കൗളിന്റെ പേരിൽ 18 ഏക്കറുണ്ട്. നാഗ്പൂരുകാരൻ, മഹാരാഷ്ട്രയിലെ നാഗ്പൂരുകാരൻ തമിഴ്നാട്ടിൽ വന്നിട്ട് വസ്തു എങ്ങനെ വാങ്ങിച്ചു?
അതും ഈ കേസിൽ നേരത്തെ ആരോപണവിധേയനായ ഒരു ആളിന്റെ പേരിൽ നിന്നത് അയാളുടെ മകനെ പവർ ഓഫ് അറ്റോർണി ആക്കിയിട്ട് കൊടുത്തതാണ്. ഈ രേഖകളെല്ലാം കോടതിയിലുണ്ട്, ഹൈക്കോടതിയിലുണ്ട്. അപ്പൊ അത് ഞാൻ CBI പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്കെല്ലാം അറിയാം, കവിയൂർ ഒരു നമ്പൂതിരി പെൺകുട്ടി മരിച്ചു. ആ കേസ് CBI അന്വേഷിച്ചു, ചാർജ് ഷീറ്റ് കൊടുത്തു. ചാർജ് ഷീറ്റ് കൊടുത്തപ്പോഴേ അതിനകത്ത് ലതാ നായർ എന്ന് പറഞ്ഞ ഒറ്റ പ്രതിയുള്ളായിരുന്നു ആദ്യം. അപ്പൊ ഒറ്റ പ്രതി കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഇന്റേണൽ ഓർഗനകത്ത് സ്പേം ഉണ്ടായിരുന്നു. ഇവര് ലതാ നായരുടെ പേരിലാണ് ചാർജ് കൊടുത്തത്. അത് കേസ് തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതി വന്നപ്പോൾ അഡ്വക്കേറ്റ് രാമേന്ദ്രൻ നമ്പൂതിരി ആയിരുന്നു, അദ്ദേഹമാണ് അപ്പിയർ ചെയ്ത് ഈ ക്ലിയർക്ക് വേണ്ടി. അപ്പൊ അവര് ചോദിച്ചു, ഈ പറയുന്ന സ്പേം ലതാ നായരുടെ ആണോ? അപ്പോഴാണ് CBIയുടെ മനസ്സിൽ ലഡു പൊട്ടിയത്. എടാ, സ്ത്രീക്ക് സ്പേം ഇല്ലല്ലോ, എഗ് അല്ലേ. അത് കഴിഞ്ഞ് 2-3 ചാർജ് കൊടുത്തിട്ട് അവസാനം എഴുതി വെച്ചു CBIയുടെ മോഡസ് ഓപ്പറാൻഡി പറയാനാണ്. അപ്പൊ ആ കുടുംബത്തിലെ പിന്നെ ഈ നമ്പൂതിരി കുട്ടിയും പിന്നെ അതിന്റെ കൂട്ടുകാരി എഴുതിയ കത്ത് ഹൈക്കോടതിക്ക് പോയതൊക്കെ മുഖ്യ കഥകളെല്ലാം ഇവിടെ നമുക്കറിയാം. അതിന്റെ അമ്മയും അച്ഛനും മരിച്ചിട്ട് പിന്നീട് റിപ്പോർട്ടിനകത്ത് CBI കൊടുത്തത് പിന്നെ എന്താണ്, അച്ഛൻ പീഡിപ്പിച്ചതാണ്. അച്ഛൻ പീഡിപ്പിച്ചാന്ന് കണക്ട് ചെയ്യാൻ ഈ സ്പേം അയാളുടെ ബോഡി റെമിനൻസുമായിട്ട് DNA ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ? CBI ചെയ്തിട്ടില്ല. അപ്പം അതെന്താ ചെയ്യാൻ? അപ്പൊ ഇതിനകത്ത് ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. CBI പൊതുവെ എല്ലാ കേസിൽ വരുമ്പോഴും അവരെന്ത് ചെയ്യും, ഇതിനകത്തൊരു വളരെ സീരിയസ് ആയിട്ടൊരു ഒഫൻസ് അലീവ് ചെയ്യുന്ന ഒരാളെ പിടിച്ചിട്ട് അയാളെ പിന്നെ ഇതാക്കും, എന്താണ്, അപ്രൂവർ ആക്കും, മാപ്പുസാക്ഷിയാക്കും. അപ്പൊ ഇത് അവരുടെ ഒരു മോഡസ് അതാണ് നടക്കുന്നത്. ശരി, അത് ഇപ്പം വരുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൂടെ ഉണ്ട്. കാര്യം എന്താണ്, അവിടെ അന്ന് നമ്പൂതിരി അച്ഛനെയാണ് വെച്ച് കവിയൂരിലെ പെൺകുട്ടിയുടെ അച്ഛനെയാണ് ഇവര് CBI പ്രതിയാക്കിയത്. അപ്പൊ നമ്മൾക്കറിയാം, തേങ്ങ മോഷ്ടിക്കുന്നവൻ തീർച്ചയായും അങ്ങനെ. അപ്പോൾ ഈ കുറ്റപത്രവും അന്തിമമാണോ എന്നൊരു ചോദ്യമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അതിഥികൾ കൂടിയുണ്ട്, സമയം അവസാനിക്കുന്നു. രേണുക പ്ലീസ്, ഒരു കാര്യം കൂടെ. വേണ്ട, ഒരു പത്രത്തിൽ വന്നു, ജ്യോതി എന്ന് പറഞ്ഞ ഒരാളിനെ, അയാളുടെ അച്ഛനെ കൊന്നതിനെ പറ്റി പരാതി പോയിട്ട് 9.5 വർഷം അയാളെ ജയിലിലിട്ടു. PB സുരേഷ് കുമാർ സാറും സുധാ മാഡം കൂടെ ചേർന്നുള്ള വിധിയിൽ അയാളെ ഇറക്കി വിട്ടു. 9.5 വർഷം CBI അന്വേഷിച്ച് സ്വന്തം അച്ഛനെ കൊന്ന കാര്യം ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച് പരാതിയായി ചെന്ന കേസിനകത്തെ ജ്യോതി ജീവിച്ചിരിപ്പുണ്ട്. പറ്റുമെങ്കിൽ അടുത്ത ദിവസം ഇതേ സബ്ജക്ട് ചെയ്തിട്ട് ജ്യോതിയെ വിളിച്ചിട്ട് CBIയുടെ ക്രെഡിബിലിറ്റി എന്താണെന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കുക. CBIയുടെ ക്രെഡിബിലിറ്റി എന്താണ് ചോദിക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താൻ നമുക്ക് സമയം കുറവായതുകൊണ്ടാണ് ഇടപെടുന്നത്. ശ്രീ